ഹലോ ഗായ്സ്, വെൽക്കം മൈ ചാനൽ. ഈ കാണുന്ന ടാങ്ക് ഇപ്പോൾ ഫ്രീ ആണ് കേട്ടോ. ഞാൻ അതിൻ്റെ അകത്ത് നേരത്തെ കിട്ടുന്ന ഷ്രിമ്പായിരുന്നു, അത് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം, ഇത് ഫ്രീ ആയിട്ട് കിടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു ഷ്രിമ്പിനെ വേണമെന്ന്. ഗൈസ്, അങ്ങനെ നമ്മൾ രാത്രി ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ പെറ്റ് ഷോപ്പിൽ വന്നപ്പോഴത്തേക്കും എന്നിട്ട് ഈ കാണുന്ന രണ്ട് പൂച്ചസാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, ഞാനങ്ങനെ ഈ കാണുന്ന മീനെയൊക്കെ നോക്കിയപ്പം ഗൈസ്, എൻ്റെ പൊന്ന് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത കളക്ഷനുണ്ട്. ഗൈസ്, ഈ കാണുന്ന പെറ്റ് ഷോപ്പിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട്. ഈ പെറ്റ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്ന കരിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ ആ മീനെ നോക്കുന്ന ടൈം കൊണ്ട് ചേട്ടന്മാർ അവിടെ ഷ്രിമ്പിനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷ്രിമ്പിനെ എടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കവറിൻ്റെ അകത്ത്. ഞാൻ വാങ്ങിയിട്ടുള്ള 3 ഷ്രിമ്പിനെയാണ് കേട്ടോ. എൻ്റെ ഷ്രിമ്പിൻ്റെ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ ശകലം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, ഈ കാണുന്നതാണ് കേട്ടോ പെറ്റ് ഷോപ്പ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ പെറ്റ്സിന് ഫുഡ്സ് എല്ലാം അവൈലബിൾ ആണ് ഗൈസ്. പേഴ്സണലി ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ പെറ്റ്സിനെല്ലാം ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഗൈസ്, ഇവിടെ അത്രയ്ക്ക് കളക്ഷൻ ഉണ്ട്. ഗൈസ്, ഈ ബോക്സിൻ്റെ അകത്തുള്ള ഒരു ലവ് ബേർഡ്സ് ആണ് കേട്ടോ. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഒരെണ്ണം അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നാൽ അതിനെ റിലീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. റിലീസ് ആക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്, അത് ബോക്സിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു. ഗൈസ്, ഈ കാണുന്ന ലവ് ബേർഡ്സിൻ്റെ ഫീമെയിലിനെയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഗൈസ്, അങ്ങനെ ഞാൻ ഷ്രിമ്പിനെ വാങ്ങിച്ച് എൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ടാങ്കിൻ്റെ അകത്ത് വെള്ളമൊക്കെ നിറച്ച് നമ്മൾ ഷ്രിമ്പിനെ റിലീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഈ കാണുന്നതാണ് കേട്ടോ. അത്യാവശ്യം ചെറുതാണ് ഗൈസ്. ഇനി അതിന് ഫുഡ് കൊടുത്ത് വളർത്തണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഉള്ളൂ.